ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡ് ഒരു ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും? അവരവരുടെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ആ ബാലൻസ് ഷീറ്റിന് പകരമായിട്ടാണ് ഇവിടെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക? എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ലാബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ +2 ലെവലിൽ പഠിച്ച് വന്നിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് ഇത്തരത്തിലുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അസർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സിൽ ഒന്നാണ് എന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ നെക്സ്റ്റ് മെത്തേഡാണ് എന്ത്? കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കൺവേർഷൻ മെത്തേഡിൽ നമുക്ക് എന്തില്ല? പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഓൺലി തിയറി പാർട്ട് മാത്രമായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുക. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം മേ ബി നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൻ്റെ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് മേ ബി 1-2 പ്രോബ്ലം ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. എക്സാം ഇതാന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ അത് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ 1, 2, 3, 4, 5, 6 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഇലസ്ട്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ബേക്കിൽ നിരവധി പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം പേപ്പർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. എങ്കിലേ ആ എക്സാം ഹാളിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് എന്നുള്ള രീതിയിൽ അമ്പരന്ന് പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്കൊരു മോചനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലോട്ട് പോവുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡ് എന്താണെന്നുള്ള ആ ഒരു ചെറിയ വിശകലനത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗ ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. എങ്ങനെയാണ് ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യണമെന്നറിയോ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കണം. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ടും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, ആൻഡ് എന്തുണ്ടായിരിക്കും? ബാലൻസ് ഷീറ്റും ഉണ്ടായിരിക്കും അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നു? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ആൻഡ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളത് അസറ്റും ലാബിലിറ്റീസും നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടി അതിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? ആ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ആ ബാലൻസ് ഷീറ്റിൽ നമ്മളെടുക്കും നെറ്റ് പ്രോഫിറ്റ്. സോ അതുപോലെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് ആ നെറ്റ് പ്രോഫിറ്റ് എന്താണ്? നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലാബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ?
എങ്ങനെയാണ് അത് ലാബിലിറ്റി ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള കേസാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് നൽകിയിട്ടുണ്ടാവും, അസറ്റ്സ് നൽകിയിട്ടുണ്ടായിരിക്കും, ലാബിലിറ്റീസും നൽകിയിട്ടുണ്ടായിരിക്കും. സോ ഈ അസറ്റിൻ്റെയും ലാബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും മേ ബി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, വല്ല ഔട്ട്സ്റ്റാൻഡിങ്ങോ ഡെപ്റ്റേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ, ഇതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് വരുന്ന ഓരോരോ ഐറ്റംസ് ആണ്. സോ അങ്ങനെ വരുന്ന ആ ഒരു ഐറ്റംസ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, അസറ്റ് തന്നിട്ടുണ്ടാവും, അസറ്റ് നമ്മൾ ഒന്നായിട്ട് ആഡ് ചെയ്യും, ലാബിലിറ്റി തന്നിട്ടുണ്ടാവും, ലാബിലിറ്റി നമ്മൾ ആഡ് ചെയ്യും. ഈ അസറ്റും ലാബിലിറ്റിയും ആഡ് ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ ടോട്ടലും ലാബിലിറ്റിൻ്റെ ടോട്ടലും എന്തായിട്ട് കിട്ടണം, നമുക്ക് സെയിം ആയിട്ട് കിട്ടണം അല്ലേ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ സെയിം ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന വേറെ എന്താണ്, ബാലൻസ് ഷീറ്റ് ടാലിയായി എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയും അല്ലേ. സോ അതുപോലെ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ജസ്റ്റ് തിയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ള ആൻസർ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രോബ്ലം പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഡേറ്റിലുള്ള എന്ത് നൽകിയിട്ടുണ്ടാവും, ഐറ്റംസ് നൽകിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ഓപ്പണിംഗ് ഡേറ്റിലേയും നൽകിയിട്ടുണ്ടാവും, ക്ലോസിംഗ് ഡേറ്റിലേയും നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുകയും, ആൻഡ് ക്ലോസിംഗ് ഡേറ്റിലെ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമാണ് അല്ലേ. എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോർമാറ്റ് എന്താണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് വീഡിയോയിൽ. ആ വീഡിയോയിൽ ലാഗ് വന്നത് കാരണം നിങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോ എടുത്ത് കണ്ടിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ആഡ് ചെയ്യും. അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ അതിന് ലെസ് ചെയ്യും. അങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലൊക്കെ നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യും, എക്സ്പെൻസസ് ലെസ് ചെയ്യുകയും, ഇൻകംസ് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻകംസ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ടും നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ ടോട്ടലും ലാബിലിറ്റിൻ്റെ ടോട്ടലും നമുക്ക് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം എന്തായിരിക്കും, ശരിയാണ്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രോബ്ലം ശരിയാണ്, മീൻസ് നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്ന പോലെ ഇവിടെയും തന്നെ അസറ്റിൻ്റെ ടോട്ടലും ലാബിലിറ്റിൻ്റെ ടോട്ടലും നമുക്ക് ടാലി ആയി കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഐറ്റംസ്, അതുപോലെ ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് ഡേറ്റിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേ ബി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റിനെയും ഓപ്പണിംഗ് ഡേറ്റിലെ ലാബിലിറ്റീസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ആ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമുക്ക് കിട്ടുന്ന ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ കിട്ടുന്ന സമയത്ത് ഓപ്പണിംഗ് അസറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലോ ആൻഡ് ഓപ്പണിംഗ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും ഓപ്പണിംഗ് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ അസറ്റിൻ്റെ ടോട്ടലും ലാബിലിറ്റിൻ്റെ ടോട്ടലും ചെയ്തിട്ട് എന്തായാലും ഇത് നമുക്ക് ടാലി ആക്കണം. അപ്പോൾ ടാലി ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് നമ്മൾ അസറ്റ് ടോട്ടൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാബിലിറ്റീസ് ടോട്ടൽ ചെയ്യും. അപ്പോൾ ഈ അസറ്റ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടും ലാബിലിറ്റി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടും സെയിം ആയിരിക്കണമല്ലോ, വേണ്ടേ. നമ്മൾ ബാലൻസ് ഷീറ്റിന് പകരമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെ ടോട്ടലും ലാബിലിറ്റിൻ്റെ ടോട്ടലും എന്തായിരിക്കും, സെയിം ആയിരിക്കും, മീൻസ് ടാലി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ടാലി ആക്കണം. അപ്പോൾ ടാലി ആവണം എന്നുണ്ടെങ്കിൽ മേ ബി ഇത് ടാലി ആയിക്കൊള്ളണം എന്നില്ല. അസറ്റ് മേ ബി കുറച്ച് എക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലാബിലിറ്റീസിലെ സൈഡിൽ എത്രയാണോ ഉള്ളത് ആ എമൗണ്ട് അസറ്റിൻ്റെ ടോട്ടലിൽ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത്, മീൻസ് എത്രയാണ് ആ ബാലൻസിങ് ഫിഗർ വരുന്നത്, ഓപ്പണിംഗ് ഡേറ്റിലെ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗറിനെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ
ക്യാപിറ്റൽ എന്നും ആൻഡ് ക്ലോസിംഗ് ഡേറ്റിലെ ഐറ്റംസ് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് മീൻസ് ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റും ക്ലോസിംഗ് ഡേറ്റിലെ ലാബിലിറ്റീസും വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ബാലൻസിങ് ഫിഗറിനെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ തിയറി പറയുന്ന സമയത്ത് എന്തപ്പോൾ ഈ പറയണത് ഒന്നും മനസ്സിലാവണില്ല എന്നുള്ള രീതിക്കുള്ള ചിന്താഗതി നമുക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാരല്ല, നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ തിയറി പോർഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയർ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ടു അസർട്ടൈൻ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, എങ്ങനത്തെ ബിസിനസ്സിൻ്റെ അവിടെ അവർ ഫ്ലോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എന്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുകൂടി ഓർക്കണേ, അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിനി പറയുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് എക്സസ് ഓഫ് ഓപ്പണിംഗ് അസറ്റ് ഓവർ ഓപ്പണിംഗ് ലാബിലിറ്റീസ് റിപ്രസെൻറ്റ്സ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റിൻ്റെ ഐറ്റംസിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, ലാബിലിറ്റീസും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ആൻഡ് അസറ്റും ലാബിലിറ്റിയും തമ്മിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആക്ച്വലി ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. ദെൻ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് എക്സസ് ഓഫ് ക്ലോസിംഗ് അസറ്റ് ഓവർ ക്ലോസിംഗ് ലാബിലിറ്റീസ് റെപ്രസെൻറ്റ്സ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സെയിം പ്രൊസീജിയേഴ്സാണുള്ളത്. ക്ലോസിംഗ് ഡേറ്റിൽ നമുക്ക് നൽകിയിട്ടുള്ള അസറ്റും ലാബിലിറ്റീസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. ആൻഡ് അതിൽ വന്നിട്ടുള്ള ക്ലോസിംഗ് അസറ്റും ക്ലോസിംഗ് ലാബിലിറ്റീസും തമ്മിൽ വന്നിട്ടുള്ള ആ ഒരു ബാലൻസിങ് ഫിഗർ ഉണ്ടാവും അല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്ലോസിംഗ് ക്യാപിറ്റലും ഈ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഇല്ലേ അത് പ്രിപ്പയർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ലഭിക്കും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അങ്ങനെയുള്ള ആ ഒരു നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരിക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യണുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അത് ടാലി ആവണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബോറടിക്കും എന്തായാലും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ള കാരണം നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്ന പ്രോബ്ലം പാർട്ടൊക്കെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പാർട്ട് കിടക്കുമ്പോൾ ഇതെന്താണെന്നുള്ളൊരു ഐഡിയ വേണ്ടേ, തിയറി ചോദിക്കുകയാണെങ്കിലും ഇത് എഴുതാനുള്ളൊരു ഐഡിയ വേണ്ടേ. സോ അത് കാരണമാണ് റിപ്പീറ്റേഷൻ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫൈനാൻഷ്യൽ ഇയർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു റെസ്പോണ്ട് കിട്ടുക എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഫൈനാൻഷ്യൽ ഇയർ ആക്ച്വലി ഏതാണ് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മീൻസ് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്, എന്നാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്നത് ആൻഡ് എന്നാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് റിലാക്സേഷൻ, ഓക്കെ മക്കൾ പഠിക്കുന്നുണ്ട്, മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, മക്കൾക്ക് വേണമെന്നുണ്ട് എന്നുള്ള ആ ഒരു തോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻകറേജ് മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.